മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, അങ്ങനെ കൊടുക്കൽ വാങ്ങൽ അസാധ്യമാകുന്ന ഒരവസരത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കുക? ഈ ഒരു ചിന്ത അനേകരെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പീഡന കാലഘട്ടത്തെ അതിജീവിക്കുവാൻ സാധിക്കുക? ആദ്യമായി പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസികളായ നാം, പരിശുദ്ധ അമ്മ ഒരുക്കുന്ന സൈന്യത്തിലെ പോരാളികളായ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കാരണവശാലും തൻ്റെ ബുദ്ധിയിലോ മനുഷ്യൻ്റെ ശക്തിയിലോ ഒരിക്കലും ആശ്രയിക്കരുത്. അത് ഒരിക്കലും നമുക്ക് ഗുണകരമാകില്ല എന്ന് മാത്രമല്ല, അവയെല്ലാം പരാജയപ്പെടും. ഇന്നത്തെ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന അണുവായുധ യുദ്ധത്തെയും മറ്റ് സംഭവ വികാസങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി മനുഷ്യർ ബുദ്ധിയുടെ തലത്തിൽ ആലോചിച്ച് പലതും ചെയ്യുന്നുണ്ട്. ചില യൂറോപ്യൻ രാജ്യങ്ങൾ, സ്വീഡൻ പോലെയുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ മലകൾ തുരന്ന് മലയുടെ അടിയിൽ പട്ടണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ടൗൺഷിപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു അണുവായുധ യുദ്ധം ഉണ്ടായാൽ എങ്ങനെ അതിനെ അതിജീവിക്കാം എന്ന് കരുതി ചിന്തിച്ച് ബുദ്ധിയുടെ തലങ്ങളിൽ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ നാം കണ്ടു. ഹിസ്ബുള്ളയും തൻ്റെ സൈന്യത്തിലെ എല്ലാ ഓഫീസേഴ്സിനെയും ഒന്നിച്ചുകൂട്ടി മലയുടെ ഭൂമിക്കടിയിൽ 40 ഫീറ്റ് ഘനത്തിൽ ഉണ്ടാക്കിയെടുത്ത കോൺക്രീറ്റ് സ്ലാബുകളുടെ അടിയിൽ ഉണ്ടാക്കിയ അതിസുരക്ഷിതമായ കേന്ദ്രത്തിൽ അവർ ഒന്നിച്ചു കൂടിയപ്പോൾ ഇസ്രായേലിൻ്റെ ബോംബുകൾ അവർ തുളച്ചു കയറി അവരെ നിമിഷം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യബുദ്ധിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇത്രയൊക്കെ ആയുസുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശാരീരിക ശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപ്തൻ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചൊരു ഭക്തനായ ഒരു വ്യക്തി, പ്രത്യേകിച്ചൊരു വിശ്വാസിയായ ഒരു ദൈവത്തിൻ്റെ മകനും മകളും ദൈവത്തിൽ നിന്ന് അകന്നു മാറി തൻ്റെ ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിക്കുമ്പോൾ അവൻ ശപിക്കപ്പെട്ടവനായി മാറുന്നു. കാരണം ആ വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ഇത്രയും കാലം ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ജന്മം തന്ന് തന്നെ കാത്തുപരിപാലിച്ച ഓരോ നിമിഷവും, ഓരോ രാത്രിയും, ഓരോ പകലും ഏതെല്ലാം അപകടങ്ങളിൽ നിന്ന്, ഏതെല്ലാം ആപത്തുകളിൽ നിന്ന്, നമുക്കറിഞ്ഞുകൂടാത്ത എത്രയെത്ര മരണത്തിന് കാരണമാകുന്ന അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മളെ സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ച് ഈ കാലമത്രയും സംരക്ഷിച്ച ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റേതായ ബുദ്ധിയിൽ ആശ്രയിക്കുന്നത് വലിയ തെറ്റാണ്. അങ്ങനെയുള്ള വ്യക്തികളെ പറ്റിയാണ് കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നത്: അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. യാതൊരു ഗുണവും അങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടുണ്ടാകില്ല.
അങ്ങനെയുള്ള വ്യക്തികൾ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ ഒരിക്കലും പുഷ്പിക്കാതെ, ഒരിക്കലും ഫലങ്ങൾ നൽകാത്ത നിർജീവമായ അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്ന്. അതുകൊണ്ട് ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എടുക്കേണ്ട തീരുമാനം, എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കാരണവശാലും സ്വന്തം ബുദ്ധിയിലോ മനുഷ്യൻ്റെ ശക്തിയിലോ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ദൈവത്തെ മറന്നുകൊണ്ട് ഒരിക്കലും ആശ്രയിക്കാതിരിക്കുവാൻ ഒന്നാമതായി തീരുമാനമെടുക്കണം. രണ്ടാമതായി നാം ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിക്കുക എന്നുള്ളതാണ്. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈ കാലം അത്രയും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച എത്രയെത്ര അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിച്ച കർത്താവ്, നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ സഹായിച്ച ദൈവം, ആ ദൈവം ഇനിയും എന്നെ സംരക്ഷിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രിയ മകനും മകളും ഇപ്രകാരം ചിന്തിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാരും. പ്രവാചകന്റെ പുസ്തകം ഇപ്രകാരം പറയുന്നു, 17-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്ര സത്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മകനെയും മകളെയും ദൈവം നിരന്തരം കാത്തു സൂക്ഷിക്കും. ആത്മാവിന് അപകടകരമാകുന്ന സകലവിധ സംഭവവികാസങ്ങളിൽ നിന്നും ദൈവം ആ വ്യക്തിയെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കും. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും പ്രത്യാശ നൽകിക്കൊണ്ട്, ആത്മാവിനും സന്തോഷവും ആനന്ദവും നൽകിക്കൊണ്ട്, അതേ ദൈവത്തിൽ അടിയുറച്ച ജീവിതത്തിലൂടെ ആ വ്യക്തി മുന്നോട്ട് ഉയരും. വരൾച്ചയുടെ കാലഘട്ടത്തും അതിന് ഉത്കണ്ഠയില്ല. ഇവിടെ വരൾച്ച എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള പീഡനങ്ങളാകാം. മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ തലങ്ങളിൽ ആൻറ്റിക്രൈസ്റ്റ് ഒരുക്കുന്ന പീഡനങ്ങൾ. ആ സമയത്തൊന്നും ദൈവത്തിൽ ആശ്രയിക്കുന്ന മകനോ മകളെയോ ഒരിക്കലും ഭയപ്പെടുകയില്ല. ആ വ്യക്തി ഉറച്ച ഹൃദയത്തോടുകൂടെ, ഉറച്ച മനസ്സോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ ഓർക്കുകയായിരുന്നു, കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ഈ ധ്യാന കേന്ദ്രത്തിൽ വസിക്കുന്ന ഞങ്ങൾ അന്നൊരു 8-9 പേരുണ്ടായിരുന്നു. ആരും തന്നെ വാക്സിൻ എടുത്തില്ല. എന്നാൽ ചുറ്റുപാടും എല്ലാവരും 1, 2, 3 വാക്സിൻ വരെ എടുത്തു. ഈ പ്രദേശത്ത് ഞങ്ങൾ മാത്രമേ പ്രിയപ്പെട്ടവരെ വാക്സിൻ എടുക്കാതിരുന്നുള്ളൂ. ആ സമയത്ത് ഗൾഫിലുള്ള എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ബ്രദർ ആൻറ്റോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ സഹോദരി, എനിക്ക് സ്വന്തം സഹോദരനും സഹോദരിയും പോലെയാണ്. പൗലോസ്ലീഹായെ എപ്രകാരമാണോ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുന്നുണ്ട്, അക്വില ഓർ പ്രിസില്ല അവരെങ്ങനെ പൗലോസ്ലീഹായെ സഹായിച്ചു, അതുപോലെ ഈ മിഷനെ എന്നെ ആത്മാർത്ഥമായി സഹായിച്ച എൻ്റെ പ്രിയ സഹോദരൻ സഹോദരിയുമാണ്. അവരെന്നെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ആ സമയത്ത് വാക്സിൻ എടുക്കാതെ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുറത്ത് മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് എങ്ങനെയാണ് പോവുക? അപ്പോൾ അന്ന് ചിലവരൊക്കെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ? വാക്സിൻ എടുക്കാതെ തന്നെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരാമെന്ന്. ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് കള്ളത്തരമാണ്, അത് നുണയാണ്. ജീവൻ
പോയാലും സത്യം കൈവടിയരുതെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയും കൂടെ നുണ പറയരുതെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. അത് ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വാക്സിൻ എടുക്കാതെ തന്നെ കേവലം കോവിഡ് വിമുക്ത സർട്ടിഫിക്കറ്റുമായി ഞാൻ ദുബൈയിൽ പോയിട്ട് വന്നു. ഞാൻ ഷാർജയിൽ പോയിട്ട് വന്നു. കുറച്ച് ദിവസം അവിടെ താമസിച്ച് അവരോടൊപ്പം അവിടെ താമസിച്ച് ഞാൻ തിരിച്ചു വന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാര്യം നോക്കുക. ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന പക്ഷം അവിടുന്ന് നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും സമയാസമയത്ത് അവിടുന്ന് ചെയ്തു തരും. അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ആദ്യമായി ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തെ, ദുർഭരണത്തെയും അതിഭയാനകമായി ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത പീഡനങ്ങളെ അതിജീവിക്കുന്നതിന് നമുക്ക് ആവശ്യമായിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും ഏതെങ്കിലും മനുഷ്യനിലോ മനുഷ്യൻ്റെ ബുദ്ധിയിലോ നമ്മുടെ തന്നെ ബുദ്ധിയിലും ആശ്രയിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, പൂർണ്ണമായും 100% ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിക്കുക. അവിടുത്തെ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക. സങ്കീർത്തനം 37 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, 3 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. കേട്ടോ, നാം ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിനായി ഭരമേൽപ്പിക്കുക. കർത്താവിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക. അവിടുന്ന് തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. വീണ്ടും അതേ സങ്കീർത്തനം നാം വായിക്കുന്നുണ്ട്, 23 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എത്രയോ വാസ്തവം പ്രിയപ്പെട്ടവർ. അപ്പോൾ രണ്ടാമതായി ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക. ഇനി അടുത്തതായി കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെയും അതുപോലെ മിസ്റ്റിക്കുകളിലൂടെയും നൽകിയ സന്ദേശങ്ങളിൽ വിശ്വസിക്കുക. അതിൽ ഈശോ പറയുന്നുണ്ട് പ്രകാരം, നിങ്ങൾ സ്വന്തമായി സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ നിങ്ങൾക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണോ അതോ നിങ്ങളുടെ ചെറിയ കൃഷിയിടങ്ങളിൽ നിങ്ങൾ സ്വയം കൃഷി ചെയ്ത് നിങ്ങൾ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് കൃഷിയിടമില്ലാത്തവർ, ബാങ്കിൽ പൈസയുള്ളവർ, കയ്യിൽ പൈസയുള്ളവർ എത്രയും വേഗം ചെറിയ ഒരു കൃഷിയിടം വാങ്ങണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം വാങ്ങണം. വെള്ള സൗകര്യമുള്ള സ്ഥലം, 1 ഏക്കറോ 1/2 ഏക്കറോ 2 ഏക്കറോ എത്രയും ആയിക്കോട്ടെ വാങ്ങി അവിടെ തങ്ങൾക്കാവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുക. അതിൻ്റെ കാരണം ഇതാണ് പ്രിയപ്പെട്ടവർ, കൊടുക്കൽ വാങ്ങൽ അസാധ്യമാകും. നമുക്കറിയാം, ചിലപ്പം ഇപ്പോൾ നമ്മൾ വെള്ളവും ഇലക്ട്രിസിറ്റിയൊക്കെ ഗവൺമെൻറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിനെ ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കൃഷിയിടങ്ങളിൽ സ്വന്തമായി കിണർ കുഴിക്കുകയോ ബോർവെല്ലുകൾ ഉണ്ടാക്കുകയോ അതുപോലെ തന്നെ സോളാർ സിസ്റ്റം ഇറക്റ്റ് ചെയ്യുകയോ ചെയ്യുക.
ബാങ്കിലെ പണം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, വെറും കടലാസിൻ്റെ വില പോലും ഇല്ലാത്തൊരു സമയം വരുന്നുണ്ട്. ഉദാഹരണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു രാത്രിയിൽ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ 2000-ൻ്റെ നോട്ടുകൾ ഉപയോഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല, അവയെല്ലാം പിൻവലിക്കുന്നുവെന്ന്. 2000-ൻ്റെ നോട്ടുകൾ ഇന്ന് മുതൽ റദ്ദ് ചെയ്തിരിക്കുന്നു. ഒരു ഞെട്ടലോടുകൂടിയാണ് അനേകർ അതിനെ ശ്രമിച്ചത്. കാരണം കണക്കില്ലാത്ത പണം സൂക്ഷിച്ചവരെല്ലാം അങ്ങേറ്റം നിരാശയിൽപ്പെട്ടു. കാരണം ബാങ്കിൽ തിരിച്ചേൽപ്പിക്കുമ്പോഴും അതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട്, കണക്കില്ലാത്തത് കൊണ്ടും അതിന് യഥാർത്ഥ കണക്കില്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ളവരാകെ പെട്ടുപോയി. അപ്പോൾ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ കൈവശം വെച്ചിരുന്നവരുടെ പണം ഒരു നിമിഷം കൊണ്ടില്ലാതായി. അടുത്ത് വരുന്ന യുദ്ധം, മഹാമാരിയൊക്കെ പെട്ടെന്നായിരിക്കും. ആ മഹാമാരി കൊണ്ടും അതുപോലെ യുദ്ധങ്ങൾ കൊണ്ടും പട്ടിണി കൊണ്ടും വരൾച്ച കൊണ്ടും ബാങ്കുകളൊക്കെ തകർന്നടിയുമ്പോൾ നാം നിക്ഷേപിച്ച പണം നമുക്ക് ലഭിക്കാൻ പറ്റാത്ത, നമുക്ക് തിരിച്ചു കിട്ടാത്തൊരവസ്ഥയും വരാം. അപ്പോൾ നാം ചെയ്യേണ്ടതാണ് പ്രിയപ്പെട്ടവരെ, സ്ഥലം വാങ്ങി അവിടെ കൃഷി ചെയ്യുക. വിത്തുകൾ കിട്ടാത്ത ഒരവസ്ഥ വരുന്നുണ്ടെന്ന് കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയായിട്ടുള്ള വിത്തുകൾ നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന നാടൻ പയറുവർഗ്ഗങ്ങളുടെയും അതുപോലെ കൃഷി ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിത്തുകൾ ശേഖരിച്ചു വെക്കണമെന്ന് കർത്താവ് സന്ദേശം നൽകുന്നുണ്ട്. കാരണം ഈ വിത്തുകൾ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയ കൃഷിയിടങ്ങളാകാം, അവിടെ കപ്പ, ചേമ്പ്, ചേന, മധുരക്കിഴങ്ങ്, അതുപോലെ നെല്ല്, ഇതുപോലെയുള്ള ജീവിതം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ധാന്യങ്ങളും വിളകളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാം കൃഷി ചെയ്യാൻ ഈശോ നമ്മെ പ്രേരിപ്പിക്കുന്നു. നാം അത് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർത്താവ് അത് കൂടുതലായിട്ടും അവിടുന്ന് നമുക്ക് അവിടുത്തെ ബ്ലെസ്സിങ് വഴിയായി, അവിടുത്തെ അനുഗ്രഹം വഴിയായി നമുക്ക് ലഭിക്കുന്നതായിരിക്കും, നമുക്ക് ലഭിക്കും. ഇതിന് സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് ഇതാണ്: സ്വർണം നമുക്ക് ഉപകരിക്കും. സ്വർണം കൈവശമുണ്ടെങ്കിൽ സ്വർണം വഴിയായിട്ട് ക്രയവിക്രയങ്ങൾ നടത്താൻ സാധിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ സാധിക്കുന്നവർ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അത് ആ സമയത്ത് ഉപകരിക്കും. അടുത്തതായിട്ട് ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഒരു വൈദികൻ്റെ ഒരു റോളെന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ള റോളും കൂടെ ഉണ്ട്, എന്നൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഒരു ഗുരുവിന് സന്തോഷം നൽകുന്ന കാര്യമാണ് ശിഷ്യർ നന്നായിട്ട് മനസ്സിലാക്കുന്നു, ഗ്രഹിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഇതാണ്: അന്തിക്രിസ്തുവിനെ പറ്റി ഏറെയേറെ കാര്യങ്ങൾ ക്ലാസ്സുകൾ വഴിയായി കർത്താവ് തന്ന ബോധ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയുണ്ടായി. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളനുസരിച്ച് ഓർക്കുക, അവൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രകടനവും പെർഫോമൻസ് ഞാൻ പറഞ്ഞതിലും 100 ഇരട്ടിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 100 ഇരട്ടിയായിട്ട് മനസ്സിലാക്കണം. കാരണം എനിക്ക് നമുക്കൊക്കെ ചില ലിമിറ്റുകളുണ്ടല്ലോ, പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടത് അനുസരിച്ച് ഈ അന്തിക്രിസ്തു താനാണ് യഥാർത്ഥ യേശുക്രിസ്തു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ
അങ്ങേറ്റം ആകർഷകമായ രീതിയിൽ പെർഫോമൻസ് കാണിക്കുകയും അനേക കോടികൾ അവൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവൻ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു തന്നെ ആണോ അല്ലെങ്കിൽ അന്തിക്രിസ്തു ആണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇതാണ് എൻ്റെ ചോദ്യം. തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടെ വഴി തെറ്റിക്കുന്ന രീതിയിൽ നിങ്ങൾ കാണും അച്ഛന്മാരും സിസ്റ്റേഴ്സും ബിഷപ്പുമാർ വരെയും കൂടെ അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത്ര ഭയങ്കരമായ ആകർഷകമായിരിക്കും, അത്ര ഭയങ്കരമായ മാസ്മരമായ ആകർഷണ ശക്തി അവനുള്ളത് കൊണ്ട് അവൻ താൻ തന്നെയാണ് യഥാർത്ഥ യേശുക്രിസ്തു. 2000 വർഷം മുമ്പ് വന്ന യേശുക്രിസ്തു യഥാർത്ഥമായിരുന്നില്ല, താനാണ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന യേശുക്രിസ്തു എന്ന് പറഞ്ഞ് വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോൾ കർത്താവ് യേശു മിശിഹ ചെയ്തതുപോലെ തന്നെ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോൾ അതിസുന്ദരമായ ആരെയും വശീകരിക്കുന്ന തരത്തില് സുന്ദരമായ തൻ്റെ സംഭാഷണ ചാതുര്യത്തിലൂടെ ആകർഷകമായ രീതിയിലുള്ള തൻ്റെ പ്രസംഗത്തിലൂടെ എല്ലാവരെയും വശീകരിക്കുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് അവനെ തിരിച്ചറിയുക? അവൻ യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തുവാണോ അതോ ഇവൻ അന്തിക്രിസ്തുവാണോ എന്ന് എപ്രകാരമാണ് നിങ്ങൾ തിരിച്ചറിയുക? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് വഴിയായിട്ട് നിങ്ങൾ ഉത്തരം നൽകുക. നിങ്ങളുടെ ഉത്തരം കേട്ട ശേഷം അടുത്ത സന്ദേശത്തിൽ എങ്ങനെയാണ് അത് തിരിച്ചറിയുക എന്നുള്ള സത്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. പക്ഷേ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ യഥാർത്ഥത്തിൽ കേട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും ഇവനെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത്. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേകം ആദിശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.